ആ മോഷണം പോയിൻ്റെ പിറ്റേന്ന് രാവിലെ ഈ 2 പട്ടികളെ ഇങ്ങനെ കുറേ അങ്ങ് ഷൗട്ട് ചെയ്തെന്ന് പറഞ്ഞു. ഈ പട്ടി 3-4 ദിവസം ആഹാരം കഴിച്ചിട്ടുണ്ട്, 2 നിരാഹാരം കിടന്ന് ചത്തളഞ്ഞു. ഏകദേശം എത്ര മോഷണം നടത്തിയിട്ടുണ്ടാവണം ആ ഒരു കാലഘട്ടത്തിൽ? ഒരു 40-45. ഈ 45 മോഷണം ഒരു 10 കൊല്ലത്തെ ഇടവേളകളിലാണോ? ആ, അതെ. ഒരു വീട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് സാധാരണ ഇതിൽ? ഈ വീട്ടിൽ മുതലുണ്ടാവും എന്ന് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഞാൻ അങ്ങനെ ഒരു മോഷണ സ്ഥലമോ മോഷണ വീടോ പ്രത്യേകിച്ച് നോക്കാറുണ്ട്. പാലാ പൊൻകുന്നുണ്ട് കൂട്ട് ഇവിടെയൊക്കെ നിശ്ചയമല്ലേ? ഇല്ല, ഒന്ന് കരുതിയിരിക്കാൻ വേണ്ടിയാ. കല്യാണം നടന്ന വീട് നടന്നിട്ട് ബാക്കി അവിടെ സ്വർണ്ണങ്ങളെല്ലാം അവിടെ വെച്ചിരിക്കുക. അത് അവിടെ വെച്ചിരുന്നത്. അത് എവിടെ വെച്ചിരിക്കുന്നത്? കക്കൂസി വെച്ചിരിക്കുന്നത്. ഇത് കക്കൂസിലാണെന്ന് എങ്ങനെ മനസ്സിലായി? അതാ ഈ കള്ളന്റെ കഴിവെന്ന് പറയുന്നത്. അത് നമുക്കറിയാം, അറിയാൻ സാധിക്കും. നിരവധി മോഷണക്കേസുകളിൽ പ്രതിയായ ഒരു മനുഷ്യൻ 10-12 വർഷത്തോളം പല ജയിലുകളിൽ ജീവിച്ച ഒരു മനുഷ്യൻ. മോഷണത്തിൻ്റെ പിന്നാമ്പുറ കഥകൾ, മോഷണത്തിന് ശേഷം നടന്ന അന്വേഷണങ്ങൾ, നാടുവിട്ടുള്ള ജീവിതം, ഇങ്ങനെയുള്ള നിരവധി കഥകൾ അദ്ദേഹം പങ്കുവയ്ക്കുകയായിരുന്നു. ശ്രീ മണിയൻപിള്ള, തസ്കരൻ മണിയൻപിള്ള എന്ന പേരിൽ പുസ്തകം എഴുതിയ ആ മനുഷ്യൻ നമ്മളോട് കഥകൾ പറയുന്നു. തുടരാം. അപ്പോൾ ഏതാണ്ട് 67 മോഷണം തുടങ്ങി. പിന്നെ തുടർച്ചയായിട്ട് ഒരു 10-12 കൊല്ലം കേരളത്തിൽ പല ഭാഗങ്ങളിൽ മോഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു അല്ലേ? അത് കേരളത്തിൽ മാത്രമായിരുന്നോ? അത് കേരളത്തിലെ എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നോ? കേരളത്തിലെ എല്ലാ ഭാഗവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായും പിന്നെ കോഴിക്കോട്, തിരുവനന്തപുരം അതായിരുന്നു പ്രധാന കേന്ദ്രങ്ങൾ അല്ലേ? അവിടെയൊക്കെ സുപരിചിതമാണോ ആ നാടൊക്കെ? ഈ ഭാഗത്തൂടെയൊക്കെ വന്നിട്ടില്ലേ? ഇല്ല. പക്ഷേ ഇവിടെ പാലാ, പൊൻകുന്നം, അവിടുത്തെ സിനിമാ തിയേറ്റർ, ചായക്കട എല്ലാം നിശ്ചയമാണല്ലോ. പാലാ മാണിസാറിൻ്റെ നാട്, യുവറാണിയും മഹാറാണിയും തിയേറ്റർ പണ്ട് കാലേ റിലീസിങ് തിയേറ്ററാണ്, കേട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പോയിട്ടില്ലതല്ല. ഞാൻ പിന്നെ എറണാകുളത്ത് നിന്ന് പാലാ വഴി പൊൻകുന്നത്തിനും കാഞ്ഞിരപ്പള്ളിക്കും ഇടുക്കിക്കും കട്ടപ്പനയ്ക്കും ഒക്കെ പോയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് കട്ടപ്പന കുറെ കാലം താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പാലായിക്ക് എറണാകുളത്ത് നിന്ന് പോകുന്ന വഴിക്ക് ഒരു വലിയൊരു കെട്ടമൊക്കെ ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിക്കാം. ജോലി സംബന്ധമായിട്ട് പോവുകയാണെങ്കിൽ ശ്രദ്ധിക്കും. അല്ല, ഞാൻ ചോദിച്ചാൽ അന്ന് ജോലി സംബന്ധമായിട്ടല്ലേ അന്ന് പോയേ? അല്ലല്ല. ഓക്കെ, നമ്മുടെ ഒരു ചെറിയ കെട്ടം ഉണ്ടായിരുന്നു ജോലിക്ക്. അല്ല, ഒരു കാര്യമുണ്ട് സാർ. പിന്നെ ഈ ഞാൻ ഇപ്പം ചിരിച്ചു പറയുന്നുണ്ടെങ്കിൽ വളരെ വേദനയോട് പറയുന്ന ഒരു കാര്യമാണ്. ഒരാളിൻ്റെ സാധനം പോകണമെന്നുണ്ടെങ്കിൽ അതിനൊരു വിധി വേണം. എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു വിധി വേണം. വിധിക്കൂട്ടാണിത്. അതെ, പോകണ്ടവനും വിധി ഉണ്ടാവണം, കിട്ടണമെന്നും വിധി ഉണ്ടാവണം. ഞാൻ അത് കാരണം പറയുന്നത് ഒന്നിലധികം സംഭവങ്ങൾ എനിക്കുണ്ട്. പണം എടുത്ത് മാറ്റി വയ്ക്കുക, പണം എടുത്ത് വലിയ വലിയ കടകളിൽ നിന്ന് കൊണ്ടുപോകുന്ന ബാഗ്, അത് ഇങ്ങനെ കഷ്ടത്തിരുന്ന് ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. മെഡിസിൻ ബാഗ് മായിരിക്കും. അതെടുത്ത് മാറ്റി വെച്ചിട്ട് അവിടെ എല്ലാം തപ്പിയതാണ് ഒന്ന്. പിന്നെ അലമാരയുടെ മേളിൽ ഇരുന്ന സൂട്ട് കേസ് എടുത്ത് താഴെ വെച്ചിട്ട്, അത് ഈ പണമാണ്, 2.5 ലക്ഷം രൂപയാണ്. അതെടുത്ത് താഴെ വെച്ചിട്ട് അതിൻ്റെ മേളിൽ കയറി നിന്നിട്ട് അലമാരയൊക്കെ വലിച്ചു പറിക്കവനാ. ഇത് അവിടെ തെളിഞ്ഞ് ചെല്ലുമ്പോഴാണ് ബാഗ് താക്കോല് എടുത്ത് അവൻ മാറ്റി വെച്ചു. പക്ഷേ അതെവിടെ ജനലിൻ്റെ സൈഡിലെ ഭിത്തിയിൽ, ജനലിൻ്റെ സൈഡിൽ ഇരിക്കുന്ന ഭിത്തിയിൽ ഇരിക്കുന്ന അതിനകത്ത് കാശുണ്ടാകുമെന്നോ നമ്മൾ വിചാരിച്ച് വേറെന്തോ ചുറ്റിപ്പോൾ രസീറ്റോ അല്ലെങ്കിൽ ബുക്കോ എന്തോ ആണെന്ന് തോന്നി. അന്നേരം വെച്ചു. ഇവിടെ എന്താ പെട്ടിക്ക് അലമാരക്കകത്തേ കാണും. പെട്ടി എടുത്ത് കുരുങ്ങോ ഒന്നുമില്ല. രണ്ടാമത് അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഉണ്ടായിരുന്നു. അവർ ചായയും പിന്നെ ഒരുതരം ബിസ്ക്കറ്റ്, അത് ആസ്വദിച്ചുകൊണ്ടിരുന്നതാ. പിന്നെ ഞാൻ കഴിച്ചിട്ടുമില്ല. ആ ബിസ്ക്കറ്റൊക്കെ എനിക്ക് കൊണ്ട് തന്നു. അപ്പോൾ SI വിജയകുമാർ എന്ന് പറയുന്ന പറയുന്നത് കൊള്ളാം. കള്ളന്മാരെ ഇങ്ങനെ സഹകരിക്കാൻ തുടങ്ങിയാലേ, കള്ളന്മാരെ പിടിച്ച നിങ്ങൾക്ക് ആദ്യം തരണമെന്ന് തോന്നിയില്ലല്ലോ. അതെന്താ കള്ളന് ഇങ്ങനെ കൊടുക്കാൻ? എന്താ പറയാ, ആ സ്ത്രീയാ പറയും, സാറേ ഞങ്ങൾ 2 പേരും ആത്മഹത്യ ചെയ്യേണ്ടതാണ്. സിംഗപ്പൂരിൽ വരുന്ന ബിസിനസ് എല്ലാം പൊളിഞ്ഞു. അവസാനം എൻ്റെ ആങ്ങളെ 2.5 ലക്ഷം രൂപ അവിടുന്ന് കടം മരിച്ചു കൊടുത്ത് ഇവിടെ എന്തെങ്കിലും ബിസിനസ് ചെയ്യാനായിട്ട് കൊടുത്ത വിട്ട പണമാണിത്. ഇന്ത്യൻ കറൻസി ആക്കി കൊടുത്ത് വിട്ട പണമാണ് ഇത്. ഇവിടെ വന്ന് 11 ദിവസമായിട്ട് ഇതിവിടെ തന്നെ ഇരിക്കുകയാണ്.
ബിസിനസ്സിന് നാളെ കൊടുക്കാൻ അഡ്വാൻസ് കൊടുക്കേണ്ട ദിവസമാണ്. അന്ന് രാത്രിയിലാണ് ഇവിടെ മോഷണം നടക്കുന്നത്. അതെടുത്തുകൊണ്ട് പോകാത്തതിന് നന്ദി പറയണമല്ലോ തീർച്ചയായിട്ടും. അതാണ് ഒരു ചായ കാപ്പി ഇട്ടുകൊണ്ട് തന്നത്. അത് വിധിയാണ്, അത് വിധിയാണ്. ഈശ്വരനും കൂടെ അനുവദിക്കണം. ഈ അപ്പോൾ പോയവരുടെയൊക്കെ പോകാൻ വിധിച്ചിരുന്നത് തന്നെയാണ്. അതെ അല്ലേ? പക്ഷെ അവർക്ക് പലർക്കും ഈ കേസൊക്കെ നടത്തി തിരിച്ചു കിട്ടിയില്ല. അതൊക്കെ കുറേ കിട്ടും, കുറേ നഷ്ടപ്പെടാനുള്ള നഷ്ടപ്പെട്ടിരിക്കും. പിന്നീട് 70കളുടെ അവസാനമായപ്പോഴത്തേക്കും കേരളം വിട്ടല്ലോ, കർണാടകത്തിലേക്ക് മൈസൂരിലേക്ക് പോയില്ലേ? അതെ. അതിന്റെ സാഹചര്യം എന്തായിരുന്നു? കാരണം മോഷണം മടുത്തു, കയ്യിൽ ഇത്തിരി പൈസ കിട്ടി. അത് എവിടുന്ന് കിട്ടിയതായിരുന്നത്? തിരുവനന്തപുരം ജനറൽ ആശുപത്രി അടുത്ത് നിന്ന് താഴോട്ട് ഒരു വീടുണ്ട്. ആരെ വീടാണെന്ന് ഓർമ്മയില്ല. പക്ഷേ അത്യാവശ്യം നല്ല മുതൽ കിട്ടിയോ? അല്ല ഒരു 38 പവനും അന്ന് 2000 രൂപയുണ്ടായിരുന്നു. അതായിരുന്നു. നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നോ ഇനി ഇച്ചിരി പൈസ കിട്ടിയാൽ നാട് വിടണമെന്നോ? എങ്ങോട്ട് പോകണമെന്നാ തീരുമാനിച്ചിരുന്നത്? അങ്ങനെയൊന്നുമില്ല. ബാംഗ്ലൂർ പോകണം. ബാംഗ്ലൂർ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവിടെ ഒരു കമ്പനി ജോലി ചെയ്യുന്നതാണ്. അവിടെ അവൻ്റെ അഡ്രസ്സും ഉണ്ട്. അങ്ങോട്ട് പോവാം എന്നുള്ള ധാരണയിലാണ്. അതിനിടയ്ക്ക് ഈ 10 വർഷത്തിനിടയ്ക്ക് ധാരാളം തവണ പിടിക്കപ്പെടുകയും ജയിൽ ശിക്ഷയൊക്കെ കിട്ടിയിരുന്നു. ആണല്ലേ? മർദ്ദനവും കുറേയൊക്കെ കിട്ടിയോ? മർദ്ദനവും കുറേ കിട്ടി. ഏറ്റവും ക്രൂരമായിട്ട് മർദ്ദിച്ചതാരാണ് ഈ കാലഘട്ടത്തിൽ? ഏത് സ്റ്റേഷനിലാണ്? ഏത് ഈസ്റ്റ്? എൻ്റെ സ്റ്റേഷൻ തന്നെ, കൊല്ലം ഈസ്റ്റ്. നാട്ടുകാർ സ്നേഹം കാണിച്ചു? നാട്ടുകാരങ്ങനെ മർദ്ദിക്കാനുള്ള ആദ്യമുള്ള സംഭവങ്ങളിലും ഉണ്ടായിരുന്നു. അല്ലാതെ നാട്ടുകാർ അല്ല, അവിടെ ക്രൂരമായ മർദ്ദനം കിട്ടിയോ? അല്ല, നമ്മൾ പിടിച്ച സാധാരണ ഇത് ഞാൻ കേട്ടിട്ടുണ്ട്, പിടിക്കപ്പെട്ടാൽ പലരും സത്യം അങ്ങ് തുറന്നു പറഞ്ഞേക്കും അത് ഇടി കൊള്ളാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയാറുണ്ട്. കാരണം അങ്ങനെയാണ്. അങ്ങനെ അത് ചെയ്തെങ്കിലും പിന്നെ ഇടി കിട്ടിയോ? അത് വാശിക്കിടിക്കുന്നതാണ്. ഒത്തിരി നടത്തിച്ചായിരിക്കും. കാരണം പിന്നെ ഒരു കേസെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ സ്വന്തമായിട്ട് കേസ് വിസ്തരിച്ച് വിടുന്നതല്ലേ, നീ ഈ കേസ് ഒന്ന് വിസ്തരിച്ച് പുറത്ത് വാ, അന്നേരം നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ കാണാൻ നിന്നെ കേസ് എടുക്കത്തില്ല, ശ്രമിച്ചു നോക്കാം. നമ്മൾ ജോലിയില്ല, ഞാൻ കുറ്റം സംഭവിച്ചോളൂ. അങ്ങനെ നീ ഭയങ്കര പറച്ചില്ലേ, നമുക്കറിയാം, നീ പോ ചെല്ലും എന്നും പറഞ്ഞ് ഉപദ്രവിച്ചിട്ടാണ് കേസ് കളിച്ചത്. സാധാരണ രീതിയിൽ ഉരുട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഉരുട്ടെന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? ഈ കാലിൻ്റെ 2 തള്ളവിരല് ചേർത്ത് കെട്ടും, തള്ളവിരൽ മാത്രം കെട്ടിട്ട് ഒരു ചരടിട്ട് എവിടെയെങ്കിലും ഒരു തൂണിൽ കെട്ടും, വലിച്ചു കെട്ടും. ഒരല്പ വീതിയുള്ള ബെഞ്ചിൻ്റെ അടുത്ത് മലർത്തി കിടത്തി കൈ ബാക്ക് കൂടി ഇട്ട് ബെഞ്ചിൻ്റെ അടിയിൽ കൊണ്ട് ഇട്ട് അവിടെ ഹാൻഡ് ക്യാപ്പ് ചെയ്യും. അനങ്ങാൻ പറ്റുന്ന സ്ഥലം കായലിൻ്റെ മുട്ടും തലയുക. ഈ മുട്ട് ഉടുത്തിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചങ്ങ് കെട്ടും. പിന്നെ പൊട്ട് ഷഡ്ഡിയായിരിക്കും കാണുന്നത്, അത് അഴിച്ച് വായിക്കാത്ത ഉരിക്കുകയും കയറ്റും. എന്നിട്ട് ചൂരലിന് കാലിൻ്റെ വെള്ളയ്ക്കടിക്കും. അപ്പോൾ ഈ അടി നമ്മൾ വേദന സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് കാല് ചരട്ട് കെട്ടി അവിടെ തുണി കെട്ടിരിക്കുക, ഇങ്ങോട്ട് വരത്തില്ല. അപ്പം നമ്മൾ ഈ ഞെളിപിരി കൊണ്ട് ഈ മസിൽ പിടിക്കും. മസിൽ പിടിക്കുന്നതിന് ഒരുതരം ഉൾത്തടിയുണ്ട്. ഞങ്ങളെ കള്ളന്മാരുടെ ഭാഷയിൽ തന്നെ ഗോപാലകൃഷ്ണൻ തടി തറയിട്ടാൽ തുള്ളും, ഇങ്ങനെ ചാടി കളിക്കും. അത് ഉള്ള തടിയാണ്. എത്ര നീളം വരും അതിന്? ഒരു 2 അടി 3 അടിയൊക്കെ വരുള്ളൂ? 2 അടി അല്ല 3 അടിയുള്ള വരും. ഇത്ര നീളം വരും. എൻ്റെ ഇവിടം വരും. വണ്ണം ഉണ്ടോ? അതിനെക്കാട്ട് കുറച്ചുകൂടെ വരും. വണ്ണം വരുമോ? അതാണ് ഇത് ഇങ്ങനെ തുള്ളി കളിക്കുന്ന ആ വെയിറ്റ് ഉണ്ടാണത്. അത് ഈ അടി കൊണ്ടിങ്ങനെ പിടിക്കുന്നുണ്ടെങ്കിൽ ഈ ഉൾത്തടിയിട്ട് ഇടിച്ച് മുഴപ്പിക്കും കാലിന്. മസിൽ ഈ തുടയ ഭാഗത്ത് വേറെ മസിൽ കാണത്തില്ലല്ലോ. അപ്പോൾ ഇതിങ്ങനെ ഇടിച്ച് മുഴപ്പിക്കും. അപ്പോൾ അടി അവിടെ നിൽക്കുമ്പോൾ ഇവിടെ ഇത് മുഴപ്പിച്ചിട്ട് അടി തുടർന്നുകൊണ്ടിരിക്കും. ഈ മസിൽ ഉരുട്ടി ലെവൽ ചെയ്യും. ശരി. അത് നല്ല വേദനയാണോ? ഒരു ഉദാഹരണം പറഞ്ഞാൽ എന്താ? സ്വർഗം കാണും. ഒരു ഈച്ച അന്ന് അത് വലുതായിട്ട് തോന്നത്തില്ലെങ്കിലും വേദന നമ്മൾ സഹിക്കുന്നു. പിറ്റേ ദിവസം ഈ മാംസം ഉടഞ്ഞും ചാതഞ്ഞ് ഊതും പെരുവുമ്പം കൊണ്ടിരുത്തിട്ട് ഇങ്ങനെ കസേരയിരിക്കും. താഴെ നമ്മളെ ഇരുത്തിട്ട് കാലുകൊണ്ട് ആ തുടയിൽ ഇങ്ങനെ പറടാന്ന് പറയും, ചവിട്ടിക്കൊണ്ടിരിക്കും. അന്നേരമാണ് സാക്ഷാൽ സ്വർഗം. സാക്ഷാൽ അതുപോലെ സ്വർഗം ജീവിതത്തിൽ ഒരിക്കലും ആരും കാണത്തില്ല. ആ രീതിയിൽ പിടിക്കഴിഞ്ഞാൽ ചിലർ തൂറുകയും ചെയ്യും, എല്ലാം ചെയ്യും. ആണല്ലേ?
ഇത്രയും പീഡിപ്പിക്കാൻ വേണ്ടി വരെ മാത്രം നമ്മൾ പിടിച്ചു നിൽക്കുമോ പറയാതെ? പിടിച്ച് നിൽക്കുന്നവരുണ്ട്, ഞാനും ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇല്ല, ഇല്ലെന്ന് അതിനൊക്കെ മുമ്പ് തന്നെ പറഞ്ഞു പോകുമല്ലേ? അതെ. പക്ഷേ ഇത് എത്ര ഉപദ്രവിച്ചാലും പറയണ്ടെന്ന് പറയുന്നതും പറയത്തില്ല. അതിൻ്റെ ഉദാഹരണം എൻ്റെ കണ്ണു മുമ്പിൽ കണ്ടതാണ്. പിന്നെ അബ്ദുൾ റഹ്മാൻ എന്നാണ് പേര്, അറിയപ്പെടുന്നത് കറുത്ത അന്തർ, കിടക്കാവൂർ വക്കം. ഇതിന് സ്വന്തമായിട്ട് ഈ റാട്ട് മെഷീനൊക്കെ ഉണ്ട്. റാട്ട് മെഷീൻ കയർ പിരിക്കുന്ന ഒരിടത്ത് 14 ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ മോഷ്ടിച്ചു. വേറൊരു കൂട്ടുകാരനുമായിട്ട് ചേർന്ന് തമിഴ്നാട്ടിൽ കൊടുത്ത് കാശ് വാങ്ങിച്ചു പോയി. പങ്ക് കൊടുത്ത ഈ പങ്കുകാരൻ കാശ് കൊണ്ടുവന്ന് ലാവിഷായിട്ട് അവിടെ ജീവിച്ചു. ഇങ്ങനെ വില പറഞ്ഞു പലതിനും. അപ്പോൾ സംശയമായി. അപ്പോൾ ഇന്നലെ വരെ അവിടെ ചൊറിഞ്ഞുകൊണ്ടിരുന്നവൻ ഇന്ന് രാവിലെ ഹെർക്കുലീസ് സൈക്കിളിന് വില ഉപയോഗിക്കുന്നു, വാച്ച് കെട്ടിക്കൊണ്ടുവന്ന് നിറാ വാച്ച് വിടറാ എന്നൊക്കെ ചോദിക്കുന്നു. ആരോ വിളിച്ച് പോലീസ് പറഞ്ഞു. ഇന്നലെ വരെ മഹാബന്നാണ് എൻ്റെ പേര്. അപ്പോഴേ പോലീസ് വന്ന് ഒക്കെ കൊണ്ടുചെന്നപ്പോഴേ കാര്യങ്ങൾ പറഞ്ഞു കഴിയും. അന്തറിനെ കൊണ്ടുവന്നു. ഇവനെ വെച്ച് മറ്റേ ടൈപ്പ് മെഷീനൊക്കെ 11 വരെ കിട്ടി. അതും കൊണ്ടുവച്ചു. 3 കിട്ടിയിട്ടില്ല. അപ്പോൾ അന്തറിൻ്റെ അടുത്ത് പറഞ്ഞു, അന്തറെ ബാക്കി പോകുന്നു. അന്തർ എടുത്തിട്ടില്ല. അന്തറിന് പല പണിയും അന്തർ പറഞ്ഞില്ല. അവസാനം ജനനേന്ദ്രിച്ച് പട്ടീസ് ചുറ്റി പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്തറിനെ ഈ തൂണിൻ്റെ പുറത്തൂടെ കൈ കെട്ടി ഇവിടെ കെട്ടിയിട്ടിരിക്കുക. അപ്പോൾ അന്തർ ഇതിനെ നോക്കിയിട്ട് പറയാ, പറഞ്ഞോടാ ഏമാൻ ചോദിക്കുന്ന കേട്ടില്ലേ, പറഞ്ഞോളൂ. അതാണ് അന്തർ. എങ്ങനെയുണ്ട് അവൻ്റെ മനസ്സെന്ന് പറ. നേരത്തെ നമ്മളൊക്കെ കിടങ്ങ നമ്മളെ വീട്ടിലൊക്കെ എന്താ പറയണം, അങ്ങനെയുള്ളവരും ഉണ്ട്. കാലിനകത്ത് ഈ മുട്ടുസൂചി നഖത്തിനിടയ്ക്ക് അത് എന്നെ കേട്ടിട്ടുണ്ട്. എൻ്റെ 4-5 പേരിൽ. അതെന്തിന്, എന്ത് കേസിനായിരുന്നത്? ചില കാര്യങ്ങൾക്ക് നമുക്ക് പറയാനൊക്കത്തില്ല. അത് ഇപ്പോഴും പറയാനൊക്കാത്ത കാരണം അറിയാം. അത് മറ്റാളുകളുമായിട്ട് മറ്റ് മോഷ്ടാക്കളുമായിട്ട് ബന്ധപ്പെടുന്നതുകൊണ്ടാണോ? അല്ല 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 പിന്നെ എന്തുകൊണ്ടാണ് മോഷ്ടിക്കുന്ന ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നു. അല്ല പിന്നെ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞാൽ? ഒരു പക്ഷേ ഞാൻ കൊടുത്ത ഏതെങ്കിലും ഒരു സാധു സ്ത്രീക്കോ അല്ലെങ്കിൽ ഒരു സാധു കുടുംബത്തിലായിരിക്കും ഇത് വാങ്ങിയ ആളെ കുറിച്ചുള്ള വിവരം അല്ലേ? അതാണ് എൻ്റെ ഒരു പ്രശ്നം. അത് എന്നെ അവരും ഈ കേസിൽ പെടുവോ? അങ്ങനെ വരുമ്പോൾ അവരും കേസിൽ പെടുന്നതല്ല, അവർക്ക് പിന്നെ ചിലപ്പോൾ ഒരു ആത്മഹത്യ കളയും. ഇപ്പോൾ ഒരു വീട്ടിൽ പിന്നെ പട്ടിണിയാണെന്ന് ഞാൻ അറിയുന്നു, ഞാൻ അവിടെ അവർക്ക് അവരുള്ള ആവശ്യമുള്ള അരിയും സാധനങ്ങളും ഒക്കെ മേടിച്ചിട്ട് കൊടുക്കും. പിന്നെ ചിലവരുണ്ട്, പെണ്ണ് മണിയാ നീ ഇങ്ങനെ നടന്നാൽ മതിയോ, പെമ്പിള്ളേർ നിൻ്റെ പെങ്ങന്മാർ 2 ഇവിടെ ഇരിക്കുന്നുണ്ടോ, എടാ ഒരു നിവൃത്തിയില്ല. അപ്പോൾ അതിനെന്തെങ്കിലും സഹായിക്കാമെങ്കിൽ അപ്പം ഞാൻ ഒരു ഇത് ചെയ്യും, ഇന്ന് കയറുന്നിടത്ത് എവിടുന്ന് എന്ത് കിട്ടിയാലും കൊടുത്തേക്കാം. കറക്റ്റ് അവർക്ക് ലെക്കുണ്ടെങ്കിൽ കിട്ടും, അത് കൊടുക്കും. പൈസ ആയിരിക്കുമോ സ്വർണ്ണമായിരിക്കും അതെന്തായാലും. കാരണം ആ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കത്തില്ല. പങ്കുവെച്ചാൽ അതിലെന്തെങ്കിലും ഒന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് പിടിച്ച് കളയും. ഒറ്റയ്ക്കൊരു സാധനം എടുത്ത് ഒറ്റയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് വെളിയിൽ വരത്തില്ല. കാരണം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ കൊടുത്തെങ്കിൽ നമ്മൾ പറഞ്ഞെങ്കിലേ വരുള്ളൂ. എല്ലാവരും നമ്മൾ വീതം വെച്ച് പോയാൽ ആരെ പിടിച്ചാലും ചിലപ്പോൾ ഇതിലേക്ക് വരാം. കാരണം ഇപ്പോൾ ഒരു വീട്ടിൽ നിന്ന് 3 സാധനം എടുത്തു, 3 വിറ്റു. ഈ 3 പേർക്ക് ഞാൻ പല സാധനങ്ങളും കൊടുത്തിരിക്കും. അതിലൊരുത്തൻ്റെ അടുത്തായിരിക്കും സാറിൻ്റെ അടുത്ത് സാധനത്തിൻ്റെ പേര് പറയുന്നത്. അവൻ്റെ അടുത്ത് പറയും ഇന്ന സാധനം ഇതാ എന്നല്ല പറയുന്നത്, ഇന്നാരെയും മേടിച്ച മൊത്തം സാധനം ഞെടുന്ന് പറയും. ഇല്ല സാറേ, എടാ ഇന്നത് തന്നില്ലടാ, അതാദ്യം ചോദിക്കുമ്പോൾ ശരിയാണ് അതാണ്. അപ്പം മറ്റതും പറഞ്ഞു കാണും. ഇനി പോലീസുകാർ പറഞ്ഞാൽ ഇടി കൊടുക്കും, എല്ലാം കൂടെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഈ മുട്ടുസൂചിയൊക്കെ അടിച്ച് കയറ്റുക എന്ന് പറയുന്നത് അത് ഭയങ്കര വേദന പറഞ്ഞ കാര്യമല്ലേ? അത് മുട്ടിപ്പിന്ന് ഇല്ല, ഈ അന്ന് ലാടം വെച്ച ബൂട്ടാണ് ഞാൻ നടന്നു പോകുമ്പോൾ അതിൻ്റെ ആണിയുണ്ട്. അത് ഈ ആൻകാപ്പിട്ട് കാല് പിന്നെ ലാക്കപ്പിൻ്റെ വെളിയിലോട്ടിട്ട് ആൻകാപ്പ് ചെയ്തിട്ട് നമ്മൾ നഖത്തിൽ കൊണ്ടുവച്ചിട്ട് റൂൾ തടിയുണ്ട്, ലൈൻ ഉണ്ട്, അത് വെച്ചടിക്കും. പരടാ ശരി. എന്നിട്ട് അടിച്ചാൽ കയറി കഴിഞ്ഞാൽ ഒരു കുടുക്ക് കുലുക്കിട്ട് എടുത്ത് കളയും. ചോരയൊക്കെ വരികയല്ലേ? പുതിയ നഖങ്ങൾ വന്നിട്ടുണ്ട് എൻ്റെ കാലിൽ വിരലുകളിൽ. അപ്പോൾ അവസാനം പറഞ്ഞു പോവും. പറയാതിരുന്നിട്ടുണ്ടോ? പറഞ്ഞു പോവും. പറയാതിരുന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചില്ല, പറഞ്ഞിട്ടുണ്ട്. പറയിപ്പിക്കും അല്ലേ?
പറയണ്ടെന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് പറയാന്, ഏത് കള്ളം പറയാന്, തുണ്ടിയില്ല. സാറ് ചുമ്മാ ഞാൻ അടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കുമോ? സാറിന് എൻ്റെ അടുത്ത സാധനം ഇതായിരിക്കുന്നത്, ഇതെൻ്റെ കൈവശം ഉണ്ടെങ്കിൽ ഞാൻ ഈ സാധനം സ്വന്തമായിട്ട് നിർമ്മിച്ചാന്ന് പറഞ്ഞെങ്കിലേ പറ്റൂ. അതല്ലെങ്കിൽ എടുത്തിടാൻ പറഞ്ഞേ പറ്റൂ. നോട്ടും ചേടാ അത് ഞാൻ ചിലവാക്കി സാറേ. 5 ലക്ഷം രൂപ ഇന്നലെ ചിലവാക്കിയ. അങ്ങോട്ട് പോയപ്പോൾ 10, ഇങ്ങോട്ട് പോയപ്പോൾ 10, അവിടെ പോയപ്പോൾ 5, മറ്റവർക്ക് 2, അവർക്ക് 2, ബാക്കിയെല്ലാം മാറിപ്പോയി സാറേ. നോട്ടിന് കറൻസിക്ക് തുണ്ടിയില്ല. ബാക്കി ഒരു പിന്നുണ്ട്, ഒരു സെഫ്റ്റി പിന്നാണ് പോകുന്നതെങ്കിൽ സാധനം പറഞ്ഞേ പറ്റൂ. സെഫ്റ്റി പിന്ന് അത് ഞാൻ ഇങ്ങനെ കുത്തി കഴിക്കുക എവിടെയോ നടന്നു പോയി സാറേ എന്നെങ്കിലും പറഞ്ഞേ പറ്റൂ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം നാട് വിടാൻ തീരുമാനിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് കിട്ടിയ സ്വർണവും 35 പവൻ സ്വർണവും 2000 രൂപയും അല്ലേ, അതുമായിട്ട് മൈസൂരിലേക്ക് ബാംഗ്ലൂർക്ക് പോവാണ് അല്ലേ. അവിടെ ചെന്നിട്ട് ബാംഗ്ലൂരേക്കാണോ ആദ്യം പോകുന്നത്? ബാംഗ്ലൂരിലേക്കല്ല ആദ്യം പോകുന്നത് ഞങ്ങൾ തലശ്ശേരിയിലാണ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ വേറെ ആളുണ്ടോ കൂടെ? ഭാര്യയും കുഞ്ഞും. അതിനിടയ്ക്ക് കല്യാണമൊക്കെ കഴിച്ചിരുന്നോ? മൈസൂർ 79, 78 പോലുള്ള കാലഘട്ടമാണ്, അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ഉള്ള കാലഘട്ടമാണ്. കല്യാണം കഴിക്കുന്നത് എവിടുന്നാ? അതൊരു കഥയാണ്. കാരണം ഞാനിങ്ങനെ തെറ്റാൻകുറ്റിയായിട്ട് കിടക്കുന്ന കാലത്ത് എനിക്ക് പെൺപിള്ളേരുടെ അടുത്ത് ഭയങ്കര ഹാരമായിരുന്നു. ഞാൻ ആത്മാർത്ഥമായിട്ടൊരു പെണ്ണിനെ സ്നേഹിച്ചു, അതിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഈ മോഷണമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ആ പെൺകുട്ടിക്ക് അറിയാമായിരുന്നോ? ഞാൻ സ്നേഹിച്ച പെൺകുട്ടിക്ക് അറിയാം, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളതല്ലേ. ഞാൻ ആ പെണ്ണ് കാണും, അവൾ ജോലിക്ക് ഉള്ള ജോലിയുടെ ശമ്പളം ഡേപ്പിച്ച് പോകുന്ന പെണ്ണായിരുന്നു. അങ്ങനെ ഈ പെണ്ണ് പിന്നെ എൻ്റെ ഉപയോഗിച്ച് വേറൊരാളുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ ഞാനത് ശരീരത്തിൽ തൊട്ട് കൊണ്ട് നോക്കാത്തൊരുത്തിനുവാ. നമുക്കായിട്ട് കഴിയാവുന്ന അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശം. അതൊരു വാശിയായോ? അതൊരു വാശിയാകും. പക്ഷേ ഈ അങ്ങനെ എന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ടുണ്ട് വേറൊരു പെണ്ണ് സ്നേഹിച്ച് അവരെ എൻ്റെ കൂടെ അവിടെ അവരുടെ ചേട്ടന്മാരും അനിയന്മാരും ഒക്കെ വന്ന് ബലമുണ്ടാക്കി പോലീസ് കംപ്ലൈൻറ്റും ഒക്കെ ചെയ്തൊക്കെ പിടിച്ചുകൊണ്ടും പോയി. അവിടെ പിന്നെ നമ്മളെ കണ്ടത്തിരിച്ച് പോയി നോക്കാൻ. അപ്പം പെണ്ണുങ്ങളുടെ അടുത്ത് വാശി കൂടി. അപ്പോൾ സ്ത്രീ എന്ന് പറയുന്ന സാധനം ഉപഭോഗ വസ്തുവാക്കി നമ്മളെ കൂട്ടി. അവസാനം കല്യാണം കഴിക്കുന്നത് മെഹർനിസ എന്ന് പറയുന്നൊരു മുസ്ലിം കുട്ടിയായിരുന്നു. കൊല്ലത്തുള്ള ആളാണോ? അല്ല, അത് കൊല്ലം വിമലഹൃദയ ഏഴ്സ് ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് കൊല്ലം മുനിസിപ്പാലിറ്റിയിലൊരു ജോലി ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്കാണ് ഈ മോഷണം നടക്കുന്നതിനിടയ്ക്ക് തന്നെ? അതെ, ഈ മോഷണ കാലഘട്ടത്തിൽ തന്നെ. കാരണം മോഷണമൊക്കെ നിർത്തി നല്ലവരായിട്ട് ജീവിക്കാൻ PK മനോഹരൻ എന്ന് പറഞ്ഞൊരു റിട്ടയർഡ് SP ഉണ്ടായിരുന്നു. അദ്ദേഹം സർക്കിളായിരുന്നു. എൻ്റെ ഈ സ്വഭാവങ്ങളും എൻ്റെ കുടുംബത്തിൻ്റെ ഒക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം അവിടെ കൊല്ലം ജില്ലാ ഡയറി എംപ്ലോയീസ് യൂണിയൻ എന്ന് പറഞ്ഞ് ഇപ്പോഴും ഉണ്ട്. ആ എംപ്ലോയ്മെൻറ്റിൻ്റെ ഒരു മുജീബ് റഷീദ് എന്ന് പറഞ്ഞൊരാളുണ്ട്. അയാളെ വിളിച്ച് പറഞ്ഞു അവനൊരു ജോലി എന്തെങ്കിലും കൊടുന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ശരി, ലോറിയുടെ പിരിവിന് ഒരാളെ വേണം. മുനിസിപ്പൽ ഏരിയയിൽ വരുന്ന ലാരയിൽ നിന്നും ബസ്സിൽ നിന്നും മുനിസിപ്പാലിറ്റിക്കുള്ള കരം പിരിക്കുക. അത് ഇവനെ പോലുള്ള തരാമെങ്കിലേ പറ്റത്തുള്ളൂ. ഇവൻ്റെ തന്തയും അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ എന്നിങ്ങനെ പറഞ്ഞു. റഷീദ് ഖാനിക്ക് പണി തന്നു. ആ പണി നടക്കുന്ന കാലഘട്ടത്തിൽ പിന്നെ റെയിൽവേ സ്റ്റേഷനകത്ത് അവരുടെ കാമ്പൗണ്ടിനകത്ത് കയറി നമുക്ക് പിരിക്കാതെ ആരുമില്ല. അത് റെയിൽവേയുടെ ഇതാണ്. അപ്പോൾ അവിടെ സെൻറ്റ് പീറ്റർ എന്ന് പറഞ്ഞൊരു വണ്ടിയുണ്ട്. സെൻറ്റ് പീറ്ററിലെ ലോറൻസിൻ്റെ അടുത്ത് ഇന്ന് ഞാൻ പിരിവ് ചോദിച്ചു. സാറിന് വണ്ടിക്കാർ കാശിങ്ങ് തരും, 12 വണ്ടിയേ ഉള്ളൂ. അപ്പം മിക്കവാറും പേർക്ക് എൻ്റെ സ്വഭാവങ്ങളും ഞാൻ നന്നാവുന്നതിന് വേണ്ടി പോലീസിൻ്റെ ആളാന്നൊക്കെ അവർക്ക് അറിയാവുന്നതുകൊണ്ട് ഒരു പെട്ടെന്ന് തരും. 5 രൂപയേ ഉള്ളൂ. നോക്കിയത് ഇവൻ ഇച്ചിരി വാളിയാലോ, നമ്മളറിയുന്നില്ലല്ലോ. ഇത് റെയിൽവേയുടെ സ്ഥലം, നിൻ്റെ മുനിസിപ്പാലിറ്റിയൊക്കെ റോഡിന് വെളിയിൽ അവിടെ കിടന്ന് പറക്കി മേടിച്ചോളാം പറഞ്ഞു. അത് നമുക്കൊരു ക്ഷീണമായി പോയി. അതിനൊക്കെ വണ്ടിയും കൊണ്ട് വരുന്ന സമയത്ത് നോക്കിയിട്ട് റെയിൽവേ കാമ്പൗണ്ടിൽ കൂടെ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ സൈക്കിൾ കൊണ്ട് മുമ്പ് വെച്ച് കൊടുത്തു. പിരിവിന് പോകുന്നൊരു BS സൈക്കിളിൽ ബസ് പോകുന്ന തിരക്കേറിയ കൊല്ലം കണ്ട നല്ലൊരു തിരക്കേറിയ റോഡാണ്. പ്രശ്നമായി. കാശ് തന്നെ ഇവിടെ അവൻ കാശ് ചെലുത്തുമില്ല. അപ്പോഴത്തേക്ക് പോലീസ് വന്ന് എടുത്തോണ്ട് ഞാൻ പറഞ്ഞു സാറ് ഇപ്പം അവൻ മുനിസിപ്പാലിറ്റി ഏരിയയിലാണ് വണ്ടി നിർത്തിയിരിക്കുന്നത്. ഞാൻ നേരത്തെ കാശ് ചോദിച്ചു, കാശ് ഒന്നുമില്ല സാറേ.
മുനിസിപ്പൽ ഏരിയയിൽ വണ്ടി നിർത്തി പിടിക്കാനാണ് എനിക്ക് ശമ്പളം തരുന്നത് എന്നാണ്. പറഞ്ഞു പിന്നെ വണ്ടിയിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വണ്ടി ഒതുക്കിയിടാൻ പറഞ്ഞു. പിടിച്ച് വണ്ടി കയറ്റുന്നു പറഞ്ഞു ഈ ജില്ലാ ഡ്രൈവർ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട സാറേ എനിക്ക് പൈസ കിട്ടിയാൽ മതി, റേഷൻ അരിയാണ് അത് കൊണ്ടുപോയി കടകളിൽ എത്തിക്കേണ്ട സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഇവനെ പണിക്ക് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവരും കയറി പെടും. അങ്ങനെ പിന്നെ നമ്മളൊരു ദിവസമായി. ഇതിന് തടസ്സം പിടിക്കാനായിട്ട് അവിടുത്തെ ബുക്കിംഗ് ക്ലർക്കുണ്ട്, അദ്ദേഹം വന്നു. അദ്ദേഹത്തിൻ്റെ പേര് റഹ്മാൻ എന്നാണ്. ഈ റഹ്മാൻ വന്ന് എൻ്റെ അടുത്ത് പോയ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഞാൻ പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് ഇരിക്കുന്ന എല്ലാവരും തരുന്നത് 12 വണ്ടി ഇതിനകത്ത് വരുന്നുണ്ട് സ്ഥിരം. 12 വണ്ടി ഇവൻ മാത്രമേ ഉള്ളൂ തരാതിരിക്കുന്നത്. ഇക്ക നിങ്ങളൊന്ന് പറയുക അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ലോഹ്യത്തിൽ പറഞ്ഞു ഇനി ഒരു കുഴപ്പമില്ല പറഞ്ഞു. ഞാൻ വെള്ളിയാഴ്ച പിന്നെ കളക്ഷൻ അടയ്ക്കണം. വെള്ളിയാഴ്ച വൈകുന്നേരത്ത് അടച്ചില്ലെങ്കിൽ ശനിയാഴ്ച രാവിലെ അടച്ചിരിക്കണം, ഞായറാഴ്ച മുമ്പ് അടച്ചിരിക്കണം. അതുവരെ കാശ് തന്നെ ഇരിക്കും. വെള്ളിയാഴ്ച ആയിത്തിരി മഴ അടിക്കുന്ന കൂട്ടുണ്ട്. കൊല്ലത്തെ റെയിൽവേ സ്റ്റേഷന് മുമ്പിലുള്ള ഇപ്പോഴത്തെ റെയിൽ വ്യൂ, അന്ന് ഹോട്ടൽ അശോക എന്നും പറഞ്ഞറിയപ്പെടും, ബാറാത്, അവിടെ പോയി അടിക്കും. അപ്പം ഒരു ദിവസം വെള്ളിയാഴ്ച ചെന്നപ്പോൾ ഉണ്ട് ഇദ്ദേഹം അവിടെ എടുത്തടിക്കുന്നു. അപ്പോൾ നമ്മൾ ഇത് അറാമലി ഇതാ നിങ്ങൾ. ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചിട്ട് വന്നിട്ട് ഒരു തൊണ്ണൂറ് കഴിച്ചിട്ട് അങ്ങ് വീട്ടിൽ പോത്തോളൂ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് പോത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു കമ്പനിയായി എല്ലാ വെള്ളിയാഴ്ച പറഞ്ഞു. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് പിടിച്ചു. അപ്പം ഞാനാണെങ്കിൽ ഏത് പെണ്ണ് വഴിയെ പോയാലും മതി ഒന്ന് നോക്കി ചിരിച്ചാൽ കൂടെ അങ്ങ് പോയി ചിരിക്കുന്ന അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുന്നു. അദ്ദേഹം പറഞ്ഞാൽ എൻ്റെ 2 മക്കൾ ഇത്രയും ക്ലാസ് പഠിക്കുന്നു. ഇതെൻ്റെ പെങ്ങളുടെ മകൾ തിരുവനന്തപുരത്താണ്, തിരുമലയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ വർഷം മുതൽ 10ാം ക്ലാസ്സിൽ ഇവിടെ കൊണ്ടാക്കിയേക്കും. അപ്പം ഞാൻ നോക്കിയപ്പോൾ 3 എണ്ണത്തിൽ ഏറ്റവും പിസാ കൊച്ചാ മരുമോള. അപ്പം ശരി വളയ്ക്കാം. അങ്ങനെ ഒരു ധാരണയിൽ ഒരു 3-4 ദിവസം പറവി നടന്നു. അങ്ങനെ ഞങ്ങൾ വലിയ ലോകത്തിലൊക്കെ ആയി. ഒരു ദിവസം അബ്ദുറഹ്മാൻ സാർ പറഞ്ഞു നാളെ പൈസ അടയ്ക്കുന്ന ദിവസമാണെന്നോ. ഞാൻ പറഞ്ഞു അതെ, നാളത്തെ പൈസ അടയ്ക്കാനില്ലെങ്കിൽ എനിക്കൊരു 15 ദിവസത്തെ അവധിക്ക് 1-ാം തീയതി അങ്ങ് തിരിച്ചു തരാം, ശമ്പളം മേടിക്കുന്നുണ്ടെന്ന്, എനിക്കൊരു 200 രൂപ വേണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെന്താ കാരണപ്പോഴത്തെ ആവശ്യം? നാളെ മരുമോളങ്ങ് വീട്ടിൽ പോകുന്നു. ശരി, ഞാൻ പറഞ്ഞു ഞാൻ എത്തിക്കാം. അപ്പോൾ ആ ഇടയ്ക്ക് എനിക്ക് പാർട്ട്ണറായിട്ട് ഒരു ഓട്ടോയൊക്കെ ഉണ്ട് സ്വന്തമായിട്ട്. വേറൊരാളിനെ ഞങ്ങളുണ്ട്. ഒരു കാറും ഉണ്ട്, ഒരു ഓട്ടോയും ഉണ്ട്. കൊല്ലത്താണ് രണ്ടും ഉള്ളത്. KLU 478. രാവിലെ വരാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഒരു കൈലീവ് ഷർട്ടും ഒക്കെ ഇട്ട് നേരെ പൈസയായിട്ട് അവിടെ ചെന്നു. പൈസ കൊടുത്തിട്ട് എങ്ങോട്ട് പോകുന്നു? ഞാൻ പറഞ്ഞാൽ ഞാൻ പോകുന്നു, എനിക്ക് ഇന്ന് ഡ്യൂട്ടി ഇല്ല, പണം അടച്ചാൽ മാത്രമായി, ഇനിയിപ്പോൾ ഇന്ന് അടയ്ക്കത്തില്ല, ഞാൻ തിങ്കളാഴ്ച അടയ്ക്കത്തുള്ളൂ, രക്ഷിക്കാരത്ത് പറഞ്ഞെന്ന് പറഞ്ഞു. എന്നാൽ ഒരു കാര്യം ചെയ്യും, മോളെ എങ്കിൽ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡേർഡാക്കിയെന്ന് പറഞ്ഞു. അപ്പം ഞാനിതാ നമ്മൾ ഓൾറെഡി വളച്ചു വെച്ചേക്കുന്ന അതെ നേരെ അവിടെ കൊണ്ടുവന്നു. ഞാൻ വന്ന് ഈ ഇമ്പെക്സ് എന്ന് പറഞ്ഞൊരു പ്രസ് ക്ലബ് ഉണ്ട്, ഇപ്പോഴും പ്രസ് ക്ലബ്ബ് അവിടെയുണ്ട്. അതിൻ്റെ ബ്രാഞ്ച് അപ്പുറത്ത് കടപ്പാക്കട റോഡിലുമുണ്ട്. അതിൻ്റെ ഇടയിൽ താഴെ ഒരു റൂമുണ്ട്, ഈ സ്റ്റെയർ കേസ് കയറി പോകാനത്തെ റൂം. അത് അവിടെ ആയിരുന്നു ഞാൻ സൂട്ട് കേസൊക്കെ നേരത്തെ കൊണ്ട് വെച്ച് ചെന്ന്. അവിടെ ചെന്ന് കയ്യിൽ മാറി ഫാൻ്റെ അടുത്തിട്ട് കയ്യിൽ മുടക്കി സൂട്ട് കേസ് വെച്ച് ഓട്ടോ വേറെ പാർട്ടിയുടെ ഡ്രൈവറെ കൊടുത്തു. ഞാനിതിനെ കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നു, അല്ല ബസ് സ്റ്റാൻഡിൽ വന്നു. നെയ്യാറ്റിൻകര രാവിലത്തെ നെയ്യാറ്റിൻകര ബസ് കയറ്റി വിടാന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നത്. ഞാൻ പറഞ്ഞു ഞാനിവിടെ വരുന്നു, നമുക്ക് അവിടം വരെ സംസാരിക്കാമല്ലോ എന്ന് പറഞ്ഞു. സമ്മതിച്ചു. 2 പേരും കൂടെ ബസ്സിൽ കയറി. അങ്ങനെ തിരുവനന്തപുരത്ത് ചെന്നാൽ അതൊക്കെ കന്യാകുമാരിയാക്കി. കന്യാകുമാരി ചെന്നാൽ റെസ്റ്റ് ചെയ്യാം, ഒന്ന് കുളിക്കാം, ഫ്രഷാവാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ജീവിതമായി. അങ്ങനെ തിരിച്ചു കൊല്ലത്ത് എനിക്ക് ജോലിക്കും വേണം. 2 ദിവസം കന്യാകുമാരി തന്നെ താമസിച്ചു. അപ്പം പിന്നെ തിരിച്ച് വിടുകയും വേണം. തിരിച്ചു വന്നതിന് പെണ്ണ് ജന്മം ചെയ്താൽ പോകത്തില്ല, കൊല്ലത്തൊന്നും. എനിക്കും സാധാരണഗതിയിൽ ഞാൻ ഒരു പ്രാവശ്യമായിട്ട് ഒരാളുടെ എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരുടെ അടുത്ത് സംസാരിക്കാൻ പോകാറില്ലാത്ത. ഇതിനെയാണെങ്കിൽ എനിക്ക് പിന്നെയും സംസാരിക്കണമെന്നൊരു തോന്നലും ഉണ്ട്. അവസാനം നിങ്ങൾ കല്യാണം കഴിക്കുന്നത് എങ്ങനെയാ? പിന്നെ ഒന്നിച്ചങ്ങ് ജീവിക്കായിരുന്നു? അല്ല, ഗർഭിണിയായപ്പോൾ ഞാൻ ഉപേക്ഷിച്ചു. അത് ശരി. ഉപേക്ഷിച്ചതിന് ശേഷം പിന്നീട്
ഒരു 1.5 വർഷത്തിന് ശേഷം ഞാൻ വേറൊരു ആവശ്യത്തിന് വേറൊരു രീതി വഴിക്ക് പോകുന്ന നേരത്തെ ഈ പെണ്ണ് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് കുഞ്ഞിനെ ഈ കരപ്പനൊക്കെ പിടിച്ച് വരികയാണ്. വഴി വെച്ച്, അതായത് പിന്നെ കിഴക്കേക്കോട്ട 14 നമ്പർ സ്റ്റാൻഡ്, ഇപ്പോഴും ഭയങ്കര തിരക്കാണ് എപ്പോഴും. അവിടെ വെച്ച് ഇത് എന്നെ കാണുന്നു. അവിടെ ഈ പറഞ്ഞു ഉമ്മ അവർ എന്ന് പറയുന്നു, റോഡോട്ട് വീഴുന്നു. പെണ്ണ് കള്ള ഭയങ്കര ബേളമൊക്കെ വെച്ച് കരഞ്ഞ് നിലവിളിച്ച ആൾക്കാരെയൊക്കെ കൂട്ടി ബേളമായി. അവസാനം നാട്ടുകാരെല്ലാം പറഞ്ഞിട്ട് നല്ല സിമ്പിളം ചെറുക്കാൻ നീ എന്തിനാടാ ഇതുപോലൊരു കൊച്ചിനെയൊക്കെ നല്ല ഇങ്ങനാക്കി കളഞ്ഞു, നിൻ്റെ കൊച്ചില്ലേടാ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അവസാനം ഞാൻ അവരെ കൂടെ പോവുകയും, ചുരുക്കി പറഞ്ഞാൽ പിന്നെ കല്യാണം കഴിച്ചു. പിന്നെ അതോടുകൂടി ഞാൻ മനുഷ്യ രൂപം പൂണ്ടു. ശരി, അങ്ങനെയാണ് ഞാൻ മനുഷ്യനാകുന്നത്. പിന്നെ അന്ന് നിർത്തി. ഈ ഭാര്യയും കുട്ടിയായിട്ട് പിന്നെ ഇവിടുന്ന് നാട് വിടുകയാണ് അല്ലേ? ഒരു മോഷണം നടത്തി കിട്ടിയ പൈസ നാട് വിടുകയാണ്. അതെവിടെയാ സ്ഥലം? മൈസൂർ ഡിസ്ട്രിക്റ്റിൽ നഞ്ചങ്കോട് താലൂക്കിൽ എടയാള ഗ്രാമം. അതായത് പിന്നീട് ഇനി ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നൊരു ചിന്ത തന്നെയാണ്. കാരണം സലീം ഭാഷയാണ് പേരൊക്കെ മാറ്റിയപ്പോഴത്തേക്കും ഒരു 3-4 കൊല്ലം അവിടെ ജീവിതം വേറൊരു രൂപത്തിലായിരുന്നു അല്ലേ? ജനകീയനുമായിരുന്നു, അത്യാവശ്യം നല്ല ബിസിനസ്, വളർച്ച. അങ്ങനെ അങ്ങ് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ വേറൊരു ലെവലിലെത്തിയനെ. ഞാൻ ഏതെങ്കിലും കേന്ദ്രമന്ത്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് ഗവർണറോ ഒക്കെ ആയി പോകുമായിരുന്നു. ഈ ഇലക്ഷൻ്റെ എത്ര ദിവസം മുമ്പാണ് ഈ പോലീസ് വന്ന് പിടിക്കുന്നത്? സൂക്ഷ്മ പരിശോധന നടത്തി എൻ്റെ പേപ്പർ സ്വീകരിച്ചാൽ ഞാൻ ജയിച്ചു. കാരണം വേറെ എതിർ സ്ഥാനാർത്ഥി ഇല്ല. പിന്നെ എന്നാണ് ഈ മോഷണം അത് എന്നേക്കുമായിട്ട് നിർത്തണമെന്ന് തീരുമാനിച്ചത്? എൻ്റെ ഭാര്യ മരിച്ചതിന് ശേഷം ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ഞാൻ 2 ചിറവും ഇല്ലാത്ത ഒരു പക്ഷിയെ പോലെയായിരുന്നു. ഒരിക്കലും ഈ മോഷണം ഒരിക്കലും അംഗീകരിക്കാനൊക്കത്തില്ല, അംഗീകരിക്കപ്പെടരുത്. എങ്ങനെയോ ഇറച്ചിയരുത് പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ജന്മം പോയി. കാരണം അവനെന്നല്ല, അവൻ്റെ ഫാമിലി, അവൻ്റെ ഓരോ തലമുറകളും അത് ബാധിക്കപ്പെടും.